നമസ്തേ. തെരഞ്ഞെടുക്കപ്പെട്ട ബഹുഭൂരിപക്ഷം എംഎൽഎമാരും വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നില്ല. അതിന് കാരണമുണ്ട്. പുറത്തു കാണിക്കുന്ന ഈ PR വൈറ്റ് വാഷ്ഡ് വേഷത്തിനപ്പുറം ആരാണ് വി.ഡി. സതീശനെന്ന് ആ കോൺഗ്രസ് എംഎൽഎമാർക്കറിയാം. വി.ഡി. സതീശനെ പോലെ ഇത്രയ്ക്ക് സംസ്കാരമില്ലാത്ത സംസാര ഭാഷയും ശരീരഭാഷയുമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ വേറെയുണ്ടോ? എത്ര അറഗന്റായിട്ടാണ് അയാൾ പെരുമാറുന്നത്. കോൺഗ്രസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പറവൂരിൽ മണി ചെയിൻ തട്ടിപ്പുമായി നടന്ന് അവസാനം കോടീശ്വരനായ രാഷ്ട്രീയക്കാരനായ വി.ഡി. സതീശൻ പുനർജനിയുടെയും മറ്റും പേരിൽ സ്വദേശത്തും വിദേശത്തും നടത്തിയ കണക്കില്ലാത്ത പണപ്പിരിവുകളെ കുറിച്ചും ഈ MLA-മാർക്ക് അറിവുണ്ടാകുമല്ലോ. ഇതേ സതീശനെ കുറിച്ച് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലല്ലേ സതീശന്റെ ഓഫീസ് സെക്രട്ടറിയുടെ ഭാര്യ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അതിനെ ഏതാണ്ട് സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് AICC അംഗം സിമി റോസ്ബെൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതൊക്കെ ഈ കോൺഗ്രസ് MLA-മാർ കേട്ടതാണല്ലോ. 10-15 കൊല്ലം MLA ആയി കോൺഗ്രസിൽ ഉണ്ടായിരുന്നിട്ടും ഉമ്മൻചാണ്ടി സതീശനെ 7 അയലത്ത് അടുപ്പിച്ചിരുന്നില്ല എന്ന് കൂടി ഓർക്കണം. ഹരിത MLA കളിച്ച് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ അസ്ഥിരമാക്കാൻ ചാനലുകൾ തോറും കയറിയിറങ്ങി പ്രചരണം നടത്തിയ ആളാണ് വി.ഡി. സതീശൻ. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയതും ഈ സതീശൻ തന്നെയല്ലേ. ഒരിക്കൽ MLA-മാരെ സന്ദർശിക്കാനെത്തിയ വികലാംഗിയായ വൃദ്ധയെ ഇയാൾ പുറംകാലുകൊണ്ട് തട്ടി നടന്നു പോകുന്ന ദൃശ്യം കേരളം മറന്നിട്ടില്ല. കോവിഡ് കാലത്താണോ അതോ പ്രളയകാലത്താണോ എന്ന് ഓർമ്മയില്ല. ലോറിയിൽ സാധനങ്ങളുമായി പോകുമ്പോൾ സഹായം ചോദിച്ച സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാരോട് ഒരു തെരുവ് ഗുണ്ടയെ പോലെ പെരുമാറിയ സതീശനെ പോലെ ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് MLA-മാർക്ക് താല്പര്യമുണ്ടാകില്ല. വി.ഡി. സതീശൻ ഫേസ്ബുക്കിലൂടെ എഴുതിയിട്ട പച്ചത്തെറി വായിച്ചിട്ടുള്ള ഈ MLA-മാർ അയാൾ തങ്ങളുടെ മുഖ്യമന്ത്രിയാവേണ്ട എന്ന് കരുതുന്നത് എങ്ങനെയാണ് തെറ്റു പറയാൻ പറ്റുക? മര്യാദക്കിരുന്നില്ലെങ്കിൽ പിടിച്ചു വെളിയിൽ തള്ളും. മാധ്യമങ്ങളോട് ആക്രോശിച്ചത് മാത്രമല്ല, പലതവണ നിലവിട്ട് അസഭ്യം പറഞ്ഞിട്ടുമുണ്ട് സതീശൻ. അങ്ങനെ പെരുമാറുന്ന ഒരാൾക്ക് സംയമനത്തോടു കൂടി കേരളത്തെ ഭരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിന്റെ MLA-മാർ തിരിച്ചറിയുന്നുണ്ടാവും. ഞാനെന്ന അഹംഭാവം മാത്രമുള്ള സതീശൻ KPCC പ്രസിഡന്റിനെ സംസാരിക്കാൻ അനുവദിക്കാതെ മൈക്ക് വാരിയത് ഈ കോൺഗ്രസുകാർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ലേ? അന്ന് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അത് മനസ്സിലാവാതിരുന്ന KPCC പ്രസിഡന്റിനെ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് സതീശൻ അപമാനിച്ചത് MLA-മാർ മറന്നു പോയിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസിനെയും കർണാടകയിലെ കോൺഗ്രസിനെയും അറിയിക്കാതെ രഹസ്യമായി ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയോടൊപ്പം കർണാടകയിൽ പോയി NDA നേതാക്കളുമായി ഡീൽ നടത്തിയ വി.ഡി. സതീശനെ എങ്ങനെയാണ് കോൺഗ്രസ് MLA-മാർ വിശ്വസിക്കുക? പിന്നെ എങ്ങനെയാണ് ഈ MLA-മാർ സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുക?